ഓണക്കാലത്ത് പാടത്തും പറമ്പിനുമെല്ലാം ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത് നാം കണ്ടു കാണും. എന്നാൽ ഒരു 5ാം ക്ലാസ്സുകാരൻ മട്ടുപ്ലാവിൽ ചെണ്ടുമല്ലി വസന്തം ഒരുക്കിയ കാഴ്ച നാം കണ്ടു കാണില്ല. ആ മനോഹര കാഴ്ചയിലേക്കാണ് പ്രേക്ഷകരെ ഇനി കൊണ്ടുപോകുന്നത്. തൃശൂർ ചന്ദ്രാപിന്നി ഈസ്റ്റ് മാങ്കര വീട്ടിൽ സുജിത് സ്റ്റെഫി ദമ്പതികളുടെ മകൻ ഗൗതം ശിവയാണ് ചെണ്ടുമല്ലി വസന്തത്തിനു പിന്നിൽ. ചന്ദ്രാപിന്നി SN വിദ്യാഭവൻ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഗൗതം കഴിഞ്ഞ 2 വർഷമായി കൃഷിയിൽ സജീവമാണ്. വിവിധ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്തുകൊണ്ടായിരുന്നു കുട്ടിക്കർഷകന്റെ കൃഷിയിലേക്കുള്ള തുടക്കം. പിന്നീട് പൂക്കൃഷിയിലേക്കും ശ്രദ്ധ തിരിയുകയായിരുന്നു. ഗൗതമിന്റെ കൃഷിയോടുള്ള താല്പര്യത്തിന് പിന്നിൽ വലിയ പ്രചോദനമായത് അമ്മൂമ്മയും മികച്ച ജൈവ കർഷകയുമായ ഷീജ ഗുരുവായൂരാണ്. അമ്മൂമ്മയിൽ നിന്ന് കൃഷിയുടെ വിവിധ രീതികൾ മനസ്സിലാക്കിയ ഗൗതം പഠനത്തോടൊപ്പം കൃഷിയെയും ജീവിതത്തിന്റെ ഭാഗമാക്കുകയായിരുന്നു. മട്ടുപ്പാവിലൊരുക്കിയ ചെടിച്ചട്ടികളിൽ 120 ചെണ്ടുമല്ലി തൈകളാണ് ഗൗതം നട്ടുവളർത്തിയത്. പരിമിതമായ സ്ഥലത്തും ശാസ്ത്രീയമായും ജൈവരീതിയിലും കൃഷി ചെയ്യാമെന്ന സന്ദേശമാണ് ഈ കുട്ടിക്കർഷകന്റെ പൂക്കൃഷി നൽകുന്നത്. സ്വന്തം അധ്വാനത്തിൽ വളർത്തിയ ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പ് ഗൗതത്തിന് ഏറെ സന്തോഷം പകരുന്നതായി. ഇതിനെനിക്ക് ചെയ്യാൻ തയ്യും വിത്തൊക്കെ തന്നെ നല്ല മീന്, പിന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ അമ്മയും വരും. കൃഷി കുറേ കാലമായി ചെയ്ത് എനിക്ക് സ്ക്രീൻ ടൈമൊക്കെ കൂടിയപ്പോൾ എൻ്റെ നല്ലമ്മ വിത്തും പിന്നെ തയ്യൊക്കെ തന്നു. അതൊക്കെ നട്ടു വളർത്തി വലുതായപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് ആയി ഇതിലേക്ക്. അപ്പം അങ്ങനെ ചെയ്തു. പിന്നെ ഇത് കുറേ ചെയ്ത് നല്ലമ്മ കുറേ തയ്യും വിത്തൊക്കെ എനിക്ക് തരും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ വന്ന് മുളപ്പിക്കും. KK വത്സരാജ് MLA ചെണ്ടുമല്ലി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ കൃഷിയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ജൈവ പ്രകൃതിയിലേക്കും ആകർഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ദൗത്യമാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാടിൻ്റെ സംസ്കാരം തന്നെ കൃഷിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു. തീർച്ചയായും ഗൗതമനെ പോലെയുള്ള കൊച്ചുകുട്ടികളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സമൂഹത്തിന് വലിയ ഒരു മെസ്സേജാണ് നൽകുന്നത്. തീർച്ചയായിട്ടും ഗൗതമിൻ്റെ നല്ലമ്മ എന്ന് പറയുന്ന അവനെ പ്രോത്സാഹിപ്പിച്ച പിന്നെ ഗൗതമിൻ്റെ കുടുംബവും അവൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇത്തരമൊരു പ്രവർത്തനത്തിന് എല്ലാ രീതിയിലും പ്രോത്സാഹനം നൽകിയെന്ന് ഗൗതം തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ പ്രവർത്തനത്തെ നമുക്ക് മുക്തകണ്ഠം പ്രശംസിക്കുകയും അവനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, നാട്ടിക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, വാർഡ് മെമ്പർ സാജിദ അഷ്റഫ്, കൃഷി ഓഫീസർ KA മേഘ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.